السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ സ്വാലിഹീങ്ങളായ അടിമകളിൽ നമ്മെയും നമ്മുടെ അഹ്ലുകാരെയും ആശ്രിതരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമുക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മഖബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങൾക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിക്കുന്ന കാലം ഇസ്സത്തോടെ ഈമാനോടെ ജീവിക്കാനും മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടെ കലിമ ചൊല്ലി മരിക്കാനും നമുക്കെല്ലാം അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം ലഭിച്ച ആളുകളാണ് നമ്മൾ കേരളത്തിലെ മുസ്ലിമീങ്ങൾ. ഒരു മുസ്ലിമീങ്ങളായ വിഭാഗം ഒരു നാട്ടിൽ താമസിക്കുമ്പോൾ അവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് മതപരമായും സാമൂഹ്യമായും അവർക്ക് ലഭിച്ചിരിക്കേണ്ട സുരക്ഷിതത്വം ഉണ്ടാവുക എന്നതാണ്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പരതി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, 85% മുസ്ലിമീങ്ങൾ അധിവസിക്കുന്ന പ്രദേശങ്ങളിൽ പോലും അവർക്ക് മതപരമായ സുരക്ഷയോ സാമൂഹ്യമായ സുരക്ഷയോ അവർക്ക് ലഭിക്കുന്നില്ല എന്നതൊരു വസ്തുതയാണ്. അതുകൊണ്ടുണ്ടാകുന്ന അപകടം എന്താണ്? തലമുറകൾക്ക് മതകീയമായ സംസ്കാരം കൈമാറ്റം ചെയ്യാൻ കഴിയില്ല. ലോക ചരിത്രത്തിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം, ആഭ്യന്തര കലാപങ്ങളും ആഭ്യന്തര സംഘർഷങ്ങളും നിരന്തരമായി നിലനിന്നിട്ടുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ. ആ ഇസ്ലാമിക രാജ്യങ്ങളിലെ തൊട്ടടുത്ത തലമുറകൾക്ക് പരിശുദ്ധ ഇസ്ലാമിൻ്റെ സന്ദേശവും വെളിച്ചവും ജീവിതക്രമവും അവർക്ക് അനുകരിക്കുവാനോ അനുധാവനം ചെയ്യാനോ സാധ്യമാകുന്നില്ല. അതിൻ്റെ റോൾ മോഡലുകൾ അവിടെ അസ്തമിക്കുന്നു എന്നതാണ്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനേക കാഴ്ചകൾ അങ്ങനെയാണ്. അടുത്ത വരും തലമുറകളിൽ അവർക്ക് മതപരമായ സംസ്കാരങ്ങൾ ലഭ്യമാകില്ല. കാരണം അള്ളാഹുവിൻ്റെ ദീൻ എന്ന് പറയുന്നത് അത് കൃത്യമായി തടസ്സങ്ങളൊന്നുമില്ലാതെ അതിൻ്റെ പരമ്പരകളിലൂടെ കണ്ണിമുറിയാതെ കൈമാറ്റം ചെയ്യപ്പെട്ടു വരേണ്ട ഒന്നാണ്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഒരു നാടിൻ്റെ ഒരു കുടുംബത്തിൻ്റെ സംസ്കാരം, ഒരു കുടുംബത്തിൻ്റെ പാരമ്പര്യവും പൈതൃകവും ഒക്കെ മുറിഞ്ഞു പോകുന്നത് നമ്മളൊക്കെ കാണാറുണ്ട്. എന്തുകൊണ്ടാണ്? ഏതെങ്കിലും തരത്തിലുള്ള ചരിത്രപരമായ സാമൂഹ്യമായ കാരണങ്ങൾ കാരണം അത് മുഖേന അവരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ട ആശയങ്ങൾ കൃത്യമായി നൽകപ്പെടാത്തത് കൊണ്ടാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ വലിയ നിഅമത്ത് കൊണ്ട് പരിശുദ്ധ ഇസ്ലാം കേരളത്തിലേക്ക് കടന്നു വന്ന അന്നു മുതൽ തന്നെ അള്ളാഹുവിൻ്റെ ദീനിനെ ശരിയായ വിധത്തിൽ സ്വീകരിക്കുവാനും അതനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുവാനും കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാരണമെന്ന് അന്വേഷിച്ചാൽ ഒരിക്കലും രാഷ്ട്രീയമായ മേൽക്കോയ്മകൾ കൊണ്ടായിരുന്നില്ല. കേരളം ഒരിക്കലും ഒരു ഇസ്ലാമിക രാജ്യമോ ഒരു മുസ്ലിം രാജാധിപത്യമുള്ള പ്രദേശമോ ആയിരുന്നില്ല. ഉത്തരേന്ത്യയിലൊക്കെ പോയി നോക്കിയാൽ ഇസ്ലാമിക രാജ്യങ്ങൾ 800 കൊല്ലമാണ് ഉത്തരേന്ത്യ മുസ്ലിമീങ്ങൾ ഭരിച്ചിട്ടുള്ളത്. മുസ്ലിമീങ്ങൾ ഭരിച്ചു എന്ന് മാത്രമല്ല, ഒരു കാലത്ത് സ്പെയിനിലെ കൊർദോവ പോലെ ഇറാഖിലെ ബഗ്ദാദ് പോലെ അറിയപ്പെട്ടിരുന്ന ഒരു വൈജ്ഞാനിക പ്രദേശമാണ് ഇന്ത്യയിലെ ഡൽഹി എന്ന് പറയുന്നത്. അവിടെ മദ്രസത്തുർ റഹീമിയ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ടായിരുന്നു. അനേകം പണ്ഡിതന്മാരാണ് ആ സ്ഥാപനങ്ങളിൽ നിന്നും പുറത്തു വന്നത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവചരിത്രമായ സീറത്തുൻ നബവിയയിലെ ആദ്യ ഗ്രന്ഥം രചിക്കപ്പെടുന്നത്, ചരിത്രപരമായി ആദ്യ ഗ്രന്ഥം രചിക്കപ്പെടുന്നത് ഇന്ത്യയിൽ അധിവസിച്ചിരുന്ന നജീഹ് അബ്ദുറഹ്മാൻ സിന്ധി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ്റെ കൈമുഖേനയാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ തൂലികയിലൂടെയാണ് ആദ്യത്തെ സീറത്തുൻ നബവിയ ഗ്രന്ഥം രചിക്കപ്പെടുന്നത്. ഗുജറാത്തിലെ മുലഫർ രാജാവ് ഉണ്ടായിരുന്ന കാലത്ത് അനേകം മുസ്ലിം പണ്ഡിതന്മാർക്ക് പ്രത്യേകം ശമ്പളം കൊടുത്തിട്ട് അനേകം ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന പ്രസിദ്ധീകരണശാലകൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ സാമൂഹ്യമായ പിന്നോക്കാവസ്ഥകൾ ഈ നാടിനെ ബാധിക്കുന്നു. അനേകം രാഷ്ട്രീയ പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. ആ പ്രതിസന്ധികളോടുകൂടി ഇവിടുത്തെ വൈജ്ഞാനിക ശേഷി
ശേഷിപ്പുകളൊക്കെ അസ്തമിച്ചു പോകുന്നു. ഇവിടെയുണ്ടാകുന്ന പണ്ഡിതന്മാർ മറ്റു പ്രദേശങ്ങളിലേക്ക് പോകുന്നു. ഇവിടെ ഉണ്ടായിരുന്ന മതസ്ഥാപനങ്ങൾ നടത്തിയിരുന്ന ആളുകൾക്ക് അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയാതെ അവർ പിൻവാങ്ങുന്നു. അതോടൊപ്പം തന്നെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ ഈ ലോകത്തോട്, ഈ രാജ്യത്തിനു വേണ്ടി പൊരുതി വീണ് മരിക്കുന്നു. ഇങ്ങനെ നിരന്തരമായ പ്രതിസന്ധികൾ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായപ്പോൾ അള്ളാഹുവിൻ്റെ വലിയ നിഅ്മത്ത് കൊണ്ട് കേരളത്തെ അതൊന്നും ബാധിച്ചിരുന്നില്ല. എന്താണ് അതിൻ്റെ കാരണം? നിങ്ങൾ ചരിത്രം പരിശോധിച്ചാൽ കാണാം, കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് എല്ലാ കാലഘട്ടത്തിലും സയ്യിദന്മാരുടെയും ആലിമീങ്ങളുടെയും സമ്മിശ്രമായൊരു നേതൃത്വം ഉണ്ടായിട്ടുണ്ട്. എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. മമ്പുറം തങ്ങളെ നമ്മൾ പറയുമ്പോൾ, മമ്പുറം തങ്ങൾ എന്ന സയ്യിദിനെ കുറിച്ച് പറയുമ്പോൾ തന്നെയാണ് ഉമർ ഖാദി എന്ന് പറയുന്ന വലിയ ആലിമിനെ കുറിച്ചും നമ്മൾ കേൾക്കുന്നത്. മഅബരികളായ തമിഴ്നാട്ടിൽ നിന്ന് കൊച്ചിയിലേക്ക് കടന്നു വന്ന് മഅബരികളായ മഖ്ദൂമുമാർ പൊന്നാനിയിൽ മതവിദ്യാഭ്യാസത്തിന്റെ ദീപശിഖ തെളിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് കോഴിക്കോട് ഇങ്ങ് യമനിൽ നിന്നും കടന്നു വന്ന സയ്യിദന്മാരുടെ നേതൃത്വത്തിൽ സയ്യിദ് കുടുംബങ്ങളുടെ സജീവമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നത്. ഒരു ഭാഗത്തും മതപരമായ നേതൃത്വമായി ആത്മീയ നേതാക്കൾ ഉണ്ടാകുമ്പോൾ അതോടൊപ്പം തന്നെ മറുഭാഗത്ത് ആലിമീങ്ങളുടെ സമ്മിശ്രമായ നേതൃത്വം. കേരളത്തിന്റെ തീരപ്രദേശങ്ങളിലൊക്കെയും ഈ മതപണ്ഡിതന്മാരായ ആലിമീങ്ങളുടെയും ആത്മീയ നേതാക്കന്മാരായ സയ്യിദന്മാരുടെയും സമ്മിശ്രമായ നേതൃത്വത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ജിഫ്രി കുടുംബം കടന്നു വന്നിട്ടുണ്ട് കോഴിക്കോട്. ആ കോഴിക്കോട്ടേക്ക് കടന്നു വന്ന ജിഫ്രി കുടുംബത്തിന്റെ തലമുറയിൽപ്പെട്ടവരെ പിന്നീട് പൊന്നാനിയിലേക്ക് പറഞ്ഞയക്കുന്ന ചരിത്രം നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു ബന്ധത്തിന്റെ പിറകിലാണ് കേരളത്തിലെ മുസ്ലിം സമൂഹം എല്ലാ കാലഘട്ടത്തിലും മതപരമായും ആത്മീയമായും സാമൂഹ്യമായും അവർ സുരക്ഷിതത്വം അനുഭവിച്ചിരുന്നു. അവർക്ക് എന്തൊരു പ്രശ്നം വരുമ്പോഴും ആ പ്രശ്നത്തിന്റെ പരിഹാരമായിട്ട് അവർ കണ്ടിരുന്നത് ഈ ആത്മീയ നേതൃത്വങ്ങളെയായിരുന്നു. ഇവിടെ രാഷ്ട്രീയ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. പോർച്ചുഗീസുകാർ ഈ രാജ്യത്തെ ഈ അധിനിവേശമായി കടന്നു വന്ന സമയത്ത് എന്തു ചെയ്യണമെന്ന് പകച്ചു നിൽക്കുന്ന സമയത്ത് ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിന് ദിശ നിർണയിച്ചു കൊടുത്ത് നിർദ്ദേശം കൊടുത്തത് പൊന്നാനിയിലെ മഖ്ദൂമുമാരാണ്, മമ്പുറം തങ്ങളാണ്. ഇവിടെ ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെ വർഗീയമായ അക്രമത്തിന്റെ ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് ആത്മീയവും ദൈക്ഷണികവുമായ നിർദ്ദേശങ്ങൾ കൊടുത്തതിന്റെ മുന്നിൽ നിൽക്കുന്നത് മമ്പുറം തങ്ങളുടെ ചരിത്രത്തിലാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ എല്ലാ കാലഘട്ടത്തിലും ഒരു നേതൃത്വത്തിന്റെ തണലിൽ നിൽക്കുക എന്ന സുരക്ഷിതത്വം അനുഭവിച്ചവരാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾ. അതിന്റെ ഭാഗ്യം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പരിശോധിച്ചാൽ എത്ര സ്വഹാബികളുടെ മക്ബറയാണ്. കോഴിക്കോട് വലിയങ്ങാടിയിൽ തന്നെ ബദറിൽ പങ്കെടുത്ത സ്വഹാബികളുടെ മക്ബറയുണ്ട് കോഴിക്കോട്. ഇങ്ങനെ നിരവധി സ്വഹാബികൾ, ആത്മീയ നേതാക്കന്മാർ, അനേകം ആളുകൾ, ബഗ്ദാദിൽ നിന്നും കടന്നു വന്ന ആളുകൾ, മറ്റു പ്രദേശങ്ങളിൽ കടന്നു വന്ന ആളുകൾ, ആത്മീയമായ ത്വരീഖുകളുടെ ദീപശിഖകളുമായി കേരളത്തിൽ കടന്നു വന്ന ആളുകൾ. ഈ നേതൃത്വം ഉണ്ടായതാണ് കേരളത്തിൽ 14 നൂറ്റാണ്ടായി ഒരേ താവഴിയിലൂടെ ഇസ്ലാമികമായ സംസ്കാരത്തെ നിലനിർത്താൻ സാധ്യമായത്. ചരിത്രത്തിൽ അതിന് ഏറ്റവും വലിയ ഇടിവേൽക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു സമയമായിരുന്നു 1920കളുടെ പ്രതിസന്ധി. അന്ന് മലബാർ സമരം നടക്കുന്നു. അനേകായിരം മുസ്ലിമീങ്ങൾ നിരാലംബരാകുന്നു, സ്ത്രീകൾ വിധവകളാകുന്നു, കുട്ടികൾ അനാഥരാകുന്നു. കേരളത്തിലെ മലബാറിലെ യത്തീം കുട്ടികളെ പഠിപ്പിക്കാൻ, യത്തീം കുട്ടികളെ പുനരധിവസിപ്പിക്കാൻ യത്തീം ഖാനകൾ ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞ് ഇന്ത്യയിലെ ദേശീയ പത്രങ്ങൾ പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കാലത്ത് പഞ്ചാബിൽ നിന്നും മുസ്ലിം സഹോദരങ്ങൾ വന്ന് കോഴിക്കോട് യത്തീം ഖാന പണിതിട്ടുണ്ട്, കേരളത്തിലെ മലബാറിലെ യത്തീം കുട്ടികളെ സംരക്ഷിക്കാൻ. അങ്ങനെ ഒരു അവസ്ഥയുണ്ടായിരുന്നു നമുക്ക്. ഇന്ന് അതിൽ നിന്നൊക്കെ മാറി ആ നാട്ടുകാരെ സംരക്ഷിക്കാൻ കേരളത്തിൽ നിന്നും മതപണ്ഡിതന്മാർ അങ്ങോട്ട് പോകുന്ന കാഴ്ചയുടെ മനോഹരമായ സുഹൃതങ്ങളിലേക്ക് നമുക്ക് മടങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മലബാർ സമരത്തിന്റെ തീക്ഷ്ണമായ അവസ്ഥ, നമ്മുടെ സാമ്പത്തിക ശേഷി നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ ബേപ്പൂർ തുറമുഖം, ആ തുറമുഖത്തിൽ നിന്ന് ആ തുറമുഖത്തിന്റെ എല്ലാ സവിശേഷതകളും ഇവിടുത്തെ ബ്രിട്ടീഷ് രാജാക്കന്മാർ, ബ്രിട്ടീഷ് അധിപന്മാർ അത് നശിപ്പിച്ചു കളഞ്ഞു. അത് കേവലം ഒരു തീരപ്രദേശം മാത്രമാക്കി മാറ്റി. വ്യാവസായിക സാധ്യതകളെ കുട്ടിയടച്ചു. ഇവിടത്തെ മതപരമായും സാമൂഹ്യമായും അവർക്കിടയിലേക്ക് മിഷണറി പ്രവർത്തനങ്ങൾ നടത്തി. മലപ്പുറം നഗരത്തിന്റെ കുന്നുമ്മൽ പോയി നിന്നാൽ അതിന്റെ ചുറ്റുഭാഗത്ത് നിങ്ങൾക്ക് 8 ക്രിസ്ത്യൻ ചർച്ചുകൾ കാണാൻ കഴിയും. അവിടെ മിഷൻ ഹോസ്പിറ്റലുണ്ട്. മുസ്ലിം സമൂഹത്തിന്റെ ദൗർബല്യങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി മിഷണറി പ്രവർത്തനങ്ങളുമായി ആളുകൾ കടന്നു വന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് മുസ്ലിമീങ്ങൾ അതിൽ നിന്ന് കരകയറിയത്? ഇവിടുത്തെ പണ്ഡിതന്മാർ
പണ്ഡിതന്മാരും സാദാത്തുക്കളും അവരുടെ കുടുംബത്തെ മറന്ന്, അവരുടെ ജോലി മറന്ന്, അവരുടെ വൈയക്തികമായ ആവശ്യങ്ങൾ മറന്ന് ഈ നാടിന് വേണ്ടി, ഉമ്മത്തിന് വേണ്ടി ഊണും ഉറക്കവും ഒഴിച്ച് പണിയെടുത്തതിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സുഖ സൗകര്യങ്ങളൊക്കെ. അവരുണ്ടാക്കിയ മരത്തിന്റെ തണലിലാണ് നമ്മൾ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ആ മരത്തിൽ വിരിഞ്ഞ പൂക്കൾ മാത്രമാണ് നമ്മൾ. അതിന്റെ വേരുകൾ ഈ സമൂഹത്തിൽ ആഴ്ന്നിറങ്ങിയ ആത്മീയതയുടെ വേരുകളാണ്. ആ വേരുകൾ അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങളാണ്, നമ്മുടെ ആദരണീയരായ സാദാത്തുക്കളാണ്. അവരുണ്ടാക്കിയെടുത്തതിന്റെ കഷ്ടപ്പാടിന്റെയും നെരിപ്പോടിന്റെയും കഥകൾ അനേകം നമുക്ക് കാണാൻ കഴിയും. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ നാടുകളിൽ നിങ്ങൾ അറിയണം, മദ്രസകൾ ഉണ്ടാക്കുക എന്ന് പറയുന്ന വലിയൊരു പ്രതിസന്ധി ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. മദ്രസകൾ ഉണ്ടാക്കാൻ ഇത് നമുക്ക് എളുപ്പമാണ്. ഒരു കെട്ടിടം ഉണ്ടാക്കാൻ നമുക്ക് തയ്യാറാണ്, ശമ്പളം കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷെ കെട്ടിടമുണ്ടാക്കി ശമ്പളം കൊടുത്താലും ആ മദ്രസയിലേക്ക് എൻ്റെ കുട്ടിയെ പറഞ്ഞയക്കണമെന്ന മനോഭാവം കാശ് കൊടുത്താൽ വാങ്ങാൻ കഴിയില്ല. ആ മനോഭാവം ഈ സമൂഹത്തിൽ സ്വാഭാവികമായി ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. കേരളത്തിന് പുറത്ത് മദ്രസകൾ നടത്തുന്ന കേരളത്തിലെ അനേകായിരം പണ്ഡിതന്മാരെ നിങ്ങൾക്ക് കാണാം. അവരുടെ അവസ്ഥ എന്താണ്? അവരുടെ അനുഭവങ്ങൾ എന്താണ്? അവിടെ ബഹുമാനപ്പെട്ട സംസ്ഥയുടെ കീഴിലുള്ള അനേകം സ്ഥാപനങ്ങൾ പുറത്തൊക്കെ നടത്തുമ്പോൾ അവിടെ സ്ഥാപനം നടത്താൻ ആളുകളുണ്ട്, ശമ്പളം കൊടുക്കാൻ ആളുകളുണ്ട്, കെട്ടിടമുണ്ടാക്കാൻ ആളുകളുണ്ട്. പക്ഷെ അതിലേക്ക് കുഞ്ഞുങ്ങളെ പറഞ്ഞയക്കണമെന്ന മനോഭാവം നാട്ടുകാർക്കുണ്ടാകുന്നില്ല. അല്ലെങ്കിൽ നാട്ടുകാർക്കുണ്ടെങ്കിൽ തന്നെ കുട്ടികൾക്ക് വരാൻ സന്നദ്ധമാകുന്നില്ല. അതൊരു മനോഭാവത്തിന്റെ നിർമ്മിതിയാണ്. ആ മനോഭാവത്തിന്റെ നിർമ്മിതിയാണ് പതിറ്റാണ്ടുകൾ ഈ കേരളത്തിലെ ഉലമാക്കൾ നിർവഹിച്ചത്. ലോകത്തെവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ നിർവഹിച്ച ഏറ്റവും വലിയ ദൗത്യമാണ് ജനകീയമായ പ്രാഥമിക വിദ്യാഭ്യാസം. കേരളത്തിലെ 15 ലക്ഷത്തോളം വരുന്ന കുട്ടികൾ, മുസ്ലിം കുട്ടികൾ ജനകീയമായ വിദ്യാഭ്യാസം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രാഥമിക വിദ്യാഭ്യാസം ലോകത്തൊരു ഇസ്ലാമിക രാജ്യത്തും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. എവിടെയാണ് കാണാൻ കഴിയുന്നത്? മറ്റു രാജ്യങ്ങളിൽ പോലും അവിടെ രാവിലെ 6 മണിക്ക് വിദേശ രാജ്യങ്ങളിൽ പോയ ആളുകളുണ്ടല്ലോ, 6-6:30 മണിക്ക് കുട്ടികൾ ബാഗ് എടുത്തുകൊണ്ട് പോകുന്നത് കാണാം. എങ്ങോട്ടാണ്? സ്കൂളുകളിലേക്കാണ് അവർ പോകുന്നത്. മതവിദ്യാഭ്യാസം എന്ന് പറയുന്നത് രക്ഷിതാക്കൾ, അതിനുവേണ്ടി താല്പര്യമുള്ളവർ അവരുടെ ഇടങ്ങൾ കണ്ടെത്തി പഠിപ്പിക്കുകയാണ്. ഇവിടെ രക്ഷിതാക്കൾ നിർവഹിക്കേണ്ട ദൗത്യം, എൻ്റെ കുട്ടിയെ ഫാത്തിഹ പഠിപ്പിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്, എൻ്റെ കുട്ടിയെ നിസ്കാരം പഠിപ്പിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ ചുമതല ഏറ്റെടുക്കുന്നത് കേരളത്തിലെ സാത്വികരായ പണ്ഡിതന്മാർ. 10,000-ൽ പരം വരുന്ന മദ്രസകളിലൂടെ 12 ലക്ഷത്തിൽ പരം വരുന്ന കുട്ടികൾ കേരളത്തിൽ മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ഈ പ്രാഥമികമായ ജനകീയ വിദ്യാഭ്യാസത്തിന്റെ രീതി സാധ്യമായത്? പരിശ്രമത്തിന്റെ ഫലമായി. ആലിമീങ്ങൾ ഒരു ഭാഗത്ത്, സയ്യിദന്മാർ മറുഭാഗത്ത്, അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ഉമറാക്കൾ അവരുടെ കൂടെ ചേർന്ന് നിൽക്കുന്നു. സാധാരണക്കാർക്കിടയിലും ആലിമുകൾക്കിടയിലും അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാകുന്നില്ല. ആലിമീങ്ങൾ പള്ളികളിൽ ദർസ് നടത്തിയിരുന്ന വലിയ വലിയ ആലിമീങ്ങളാണ് ഒരു നാട്ടിലെ വളരെ വളരെ താഴ്ന്ന നിലയിൽ ജീവിക്കുന്ന ആളുടെ വീട്ടിലകത്തെ കയറി ചെന്ന് മൗലൂദ് ഓതിയിട്ട് ആ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യുന്നത്. അവന്റെ വീടിന്റെ സ്വകാര്യമായ ആവശ്യങ്ങൾക്ക് പോലും വലിയ ഉസ്താദുമാർ അവരുടെ മഹല്ലുകളുടെ വീടുകളിൽ ചെന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥന നിർവഹിക്കുന്നത്, അവരുടെ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുന്നത്. ഇങ്ങനെ സാധാരണക്കാരും ആലിമീങ്ങളും തമ്മിലുള്ള വലിയൊരു ബന്ധം നിർമ്മിക്കപ്പെട്ടു. അതിന്റെ ഫലമായി ഉണ്ടാക്കിയെടുത്ത ആ ഒരു കൂട്ടായ്മയുടെ ഫലമായി ഉണ്ടാക്കിയെടുത്ത സുഹൃതങ്ങളാണ്. നിങ്ങൾ നോക്കൂ, പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ മനോഹരമായ ആ രീതിയെ ഉണ്ടാക്കിയതിന് ശേഷമാണ്, പ്രാഥമിക വിദ്യാഭ്യാസം ഇവിടെ സാധ്യമാക്കിയതിന് ശേഷം ബഹുമാനപ്പെട്ട നമ്മുടെ നേതാക്കന്മാരും ഉസ്താദുമാരും കേരളത്തിൽ അറബി കോളേജ് എന്ന് പറയുന്ന അത്ഭുതകരമായ വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയുണ്ടായി. നിങ്ങൾ അറിയണം, 921 രൂപീകരിക്കപ്പെട്ട് ഞങ്ങളാണ് നവോത്ഥാനത്തിന്റെ അവകാശികൾ എന്ന് പറഞ്ഞു വന്ന ബിദഈകൾ 21 മുതൽ 51 ബഹുമാനപ്പെട്ട സമസ്തയുടെ കീഴിൽ മദ്രസ രൂപീകരിക്കുന്നതിന്റെ 30 കൊല്ലം ആ കാലയളവിൽ എന്തുണ്ടാക്കി? ഇവിടെ എത്ര സ്ഥാപനങ്ങൾ ഉണ്ടാക്കി? എന്തു മതവിദ്യാഭ്യാസം നൽകാൻ കഴിഞ്ഞു? ഒന്നും നൽകാൻ കഴിഞ്ഞിട്ടില്ല. സാത്വികരായ പണ്ഡിതന്മാർക്കാണ് അത് പകരാൻ കഴിഞ്ഞത്. അവരുണ്ടാക്കിയെടുത്തു അറബിക് കോളേജിലേക്ക്. ആ ചുവടുമാറ്റത്തെ ഈ സമുദായം എത്ര സന്തോഷത്തോടു കൂടിയാണ് ഏറ്റെടുത്തത്. അതിലെ ആദ്യത്തെ അറബി കോളേജായിരുന്നു പട്ടിക്കാട് ജാമിയ നൂരിയ അറബിയ എന്ന് പറയുന്നത്. ബാഫക്കി തങ്ങളെ പോലെയുള്ള, കോഴിക്കോട് വലിയ ഖാദിയായിരുന്നു സയ്യിദ് ശിഹാബുദ്ദീൻ ഇമ്പിച്ചുകോയ തങ്ങളെ പോലെയുള്ള മഹാന്മാർ, ഷംസുൽ ഉലമയെ പോലെ, പൂക്കോയ തങ്ങളെ പോലെ, കണ്ണിയത്ത് ഉസ്താദിനെ പോലെയുള്ള സാത്വികരായ പണ്ഡിതന്മാരും ഉമറാക്കളും ഒക്കെ അക്ഷീണയത്നം നടത്തിയിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു മതകലാലയം. അതിന്റെ തുടർച്ചയിൽ പിന്നീട് അങ്ങോട്ട് മതവിദ്യാഭ്യാസ കലാലയങ്ങളുടെ ഒരു വലിയ നിര തന്നെ കേരളത്തിൽ നമ്മൾ കാണുകയാണ്. ജനം ഏറ്റെടുക്കുകയാണ്. ഈ ചുറ്റുഭാഗത്ത് തന്നെ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, എത്ര സ്ഥാപനങ്ങളാണ് ലക്ഷക്കണക്കിന് രൂപ മുടക്കി നമ്മുടെ കുട്ടികൾക്ക് ദീനീ ബോധമുണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ഉമറാക്കളും ഉലമാക്കളും സാധാരണക്കാരും പണിയെടുത്തുകൊണ്ട് നിർമ്മിക്കുന്നത്. ഈ ഒരു കൂട്ടായ്മയുടെ ഫലമാണ്. അതിൻ്റെ ഒന്നാമത്തെ
ഒന്നാമത്തെ കണ്ണിയാണ് കേരളത്തിലെ ആദ്യത്തെ ഉന്നത മതകലാലയമായ പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിയ. അതിൻ്റെ 60ാമത് വാർഷികമാണ് ഇൻഷാ അല്ലാഹ് ഫെബ്രുവരി 8 മുതൽ 12 വരെ നടക്കുന്നത്. നമ്മുടെ പള്ളിയിൽ വെച്ച് നടക്കുന്ന മജ്ലിസുൻ നൂറിൻ്റെ വാർഷികവും ഇൻഷാ അല്ലാഹ് അവിടെ വെച്ചുകൊണ്ട് നടക്കും. അതിൽ എല്ലാവരും പങ്കെടുക്കണമെന്നും പങ്കെടുപ്പിക്കണമെന്നും ബഹുമാനപ്പെട്ട നമ്മുടെ ഖാദി സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് അതിൻ്റെ അധ്യക്ഷർ, ബഹുമാനപ്പെട്ടവർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ സ്ഥാപനം, അതിൽ 1200 കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അതിൻ്റെ ഓഫ് ക്യാമ്പസുകളിലായി 5000-ഓളം വരുന്ന കുട്ടികൾ 60-ൽ പരം സ്ഥാപനങ്ങളിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ പ്രത്യേകം സഹായിക്കാൻ, ഉത്ബോധനം നടത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങൾ നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അടുത്ത വെള്ളിയാഴ്ച അതിനുവേണ്ടിയുള്ള പ്രത്യേകമായ ഒരു വിഭവ സമാഹരണം ഉണ്ടായിരിക്കും. നിങ്ങളെല്ലാവരും അതിന് സഹായിക്കണം. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ എല്ലാം സഹായിക്കണം. നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുമുണ്ട്, പരിസരങ്ങളിലുണ്ട്. ഇത്തരം സ്ഥാപനങ്ങളാണ് നമ്മുടെ നാട്ടിൽ ദീനി ദഅവത്തിന്റെ കടിഞ്ഞാണ്. ഇത്തരം സ്ഥാപനങ്ങളിലൂടെ പഠിച്ചിറങ്ങിയ പണ്ഡിതന്മാരാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മളറിയാതെ ഖുർആനും ഹദീസും ഫിഖ്ഹും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ഇസ്ലാമികമായ മതബോധത്തിന്റെ വേരുകൾ ഇത്തരം സ്ഥാപനങ്ങളാണ്. ആ വേരുകൾക്ക് വെള്ളമൊഴിച്ചു കൊടുത്താലേ അതിൻ്റെ ഇലകൾ, പച്ചിലകൾ കരിഞ്ഞുണങ്ങിപ്പോകാതെ നല്ല മനോഹരമായ ആത്മീയതയുടെ ഇസ്ലാമിക ബോധമുള്ള കുസുമങ്ങളെ സമ്മാനിക്കാൻ കഴിയൂ. ആ വേരുകൾക്ക് നിരന്തരമായി നമ്മൾ വെള്ളമൊഴിച്ചു കൊണ്ടിരിക്കണം. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. അടുത്ത വെള്ളിയാഴ്ച നിങ്ങളൊക്കെ വരുമ്പോൾ അതിനുള്ള ഒരു ഹദിയയുമായി വരണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ ശ്രമങ്ങളെയും സഹായിക്കട്ടെ. അള്ളാഹു നമ്മുടെ സ്വതക്കകളെ സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാനുള്ളത്, നമ്മുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്ന മീറ്റിംഗ് ഇന്ന് വൈകുന്നേരം 7 മണിക്ക് മദ്രസയിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. എല്ലാ ആളുകളും, ബന്ധപ്പെട്ടവർ, ചെറുപ്പക്കാരും ഉത്തരവാദപ്പെട്ട ആളുകളും എല്ലാവരും അതിൽ പങ്കെടുക്കണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടി അടുത്ത വെള്ളിയാഴ്ച 20-ാം തീയതി വെള്ളിയാഴ്ച പിന്നെ നമ്മുടെ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഫിലിപ്പ് മമ്പാട് എന്ന വളരെ പ്രഗത്ഭനായ ഉദ്യോഗസ്ഥനാണ് ഈ വിഷയത്തിൽ, കേരളത്തിൽ അറിയപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹമാണ് ഇതിൽ പങ്കെടുക്കുന്നത്. നിങ്ങളെല്ലാവരും നമ്മളുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിലൊക്കെ അതിൻ്റെ വൃത്താന്തങ്ങൾ അറിയിച്ചുകൊണ്ട് പരമാവധി പ്രചരിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.